Roll camera action. Okay, start. So guys, hello what's up guys. So guys, ഞാനിന്ന് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ചെയ്തില്ല, അറിയാം. കുറേ നാളായിട്ടല്ല. എന്തായാലും നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട റിവ്യൂ വീഡിയോസ് സ്പീഷീസിൻ്റെ ഹെർക്കുലീസിൻ്റെ ആയിരുന്നു. അതിനധികം റീച്ച് കിട്ടിയില്ല. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇന്ന് ഞാൻ ലേക്ക് പ്ലാസിഡ് ലെഗസി എന്ന് പറയുന്നൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ സിനിമ ലേക്ക് പ്ലാസിഡ് സീരീസിനകത്ത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ലേക്ക് പ്ലാസിഡ് എന്ന് പറയുന്ന സീരീസിനെ കുറിച്ച് പ്രോബബ്ലി നിങ്ങൾ കേട്ട് കാണത്തില്ല. ഓഫ്കോഴ്സ് ഞാനും കേട്ടിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ പോയി കണ്ടത്. സോ ലേക്ക് പ്ലാസിഡ് സീരീസ് എന്ന് പറഞ്ഞ ഒരു ഹൊറർ സർവൈവൽ സീരീസാണ്. സോ ഈ സീരീസിനകത്ത് വരുന്ന ഫസ്റ്റ് മൂവിയൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയതാണ്. അതുകൊണ്ട് അതൊരു സീരീസ് ആയിട്ട് അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഈ സീരീസിനകത്ത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഞാനിപ്പം കണ്ട ലേക്ക് പ്ലാസിഡ് ലെഗസി എന്ന് എനിക്ക് തോന്നുന്നു. സോ ലേക്ക് പ്ലാസിഡിൻ്റെ പ്രീവിയസ് മൂവീസൊന്നും നിങ്ങൾ ഈ ലേക്ക് പ്ലാസിഡ് ലെഗസി കാണേണ്ട ആവശ്യമില്ല. ലേക്ക് പ്ലാസിഡ് ലെഗസി നിങ്ങൾ കാണണം. പക്ഷേ പ്രീവിയസ് മൂവീസും ഈ ലേക്ക് പ്ലാസിഡ് ലെഗസിയുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് പ്രീവിയസ് മൂവീസ് നിങ്ങൾ കണ്ടില്ലെങ്കിലും ലേക്ക് പ്ലാസിഡ് ലെഗസി നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം പണ്ടത്തെ പ്രീവിയസ് മൂവീസുമായിട്ടുള്ള ഒരു റെഫറൻസസോ അതിനകത്തെ ക്യാരക്ടേഴ്സോ ഒന്നും ഈ ലേക്ക് പ്ലാസിഡ് ലെഗസിനകത്ത് അവർ ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് ഇതൊരു സ്റ്റാൻഡ് അലോൺ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ട് നമുക്ക് കൂട്ടാം. എന്തായാലും ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സർവൈവൽ ഒരു സ്റ്റോറിയാണ്. നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് നമുക്ക് ചില്ലടിക്കാനും വൈബ് ചെയ്യാനൊന്നുമില്ല. ഫുൾ ഹൊറർ ഒരു ക്രിയേച്ചറുണ്ട്. അതാണെങ്കിൽ കുറേ ആൾക്കാരെ വേട്ടയാടുന്ന പോലത്തെ ഒരു നല്ലൊരു ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ എന്തോ പോലെ പോയി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് നല്ല വിഷ്വൽസും മിനിയേച്ചറൊക്കെ പൊളിയായിരുന്നു. മറ്റേ ഒരു അലിഗേറ്റർ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും സിനിമയിനകത്ത് ഒരു പ്ലോട്ടൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നും അറിയാതെ നിങ്ങൾ പോയി കാണുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലേക്ക് പ്ലാസിഡ് സീരീസിനകത്ത് പ്രീവിയസ് മൂവീസ് കാണാൻ പറ്റും. അത് കണ്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അത് കണ്ടാൽ ഈ ഒരു സീരീസ് എങ്ങനെ അവർ മേഡപ്പ് ചെയ്തേക്കുന്നത്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ ആ പ്രീവിയസ് മൂവീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സിനിമ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യാം. എന്തായാലും ഈ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രീവിയസ് മൂവീസ് നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ. എന്തായാലും ഈ സിനിമ ഇറ്റ്സ് ആ മാസ്റ്റർ പീസ്. ഓക്കെ, എന്തായാലും ഞാൻ ഒരു 10 out of 10 ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കത്തുള്ളൂ. സ്പീഷീസിനകത്ത് കാണിക്കുന്ന പോലെ ക്ലബിനകത്ത് പാട്ടോ അങ്ങനെ ഹണ്ടിങ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വന്ന് കുറേ ഒരു 4-6 പയ്യന്മാർ അവരാണെങ്കിൽ വരുന്നു. അതും വന്ന് പെട്ടതൊരു ഐലൻഡിൽ അങ്ങനത്തെ ഒരു വളരെ നമ്മളെ പിടിച്ചിരുത്തുന്നൊരു കഥയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ സ്റ്റോറി ഫുള്ളൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ചെറിയൊരു അതിൻ്റെ ഒരു ബേസിക് ഇത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ലേക്ക് പ്ലാസിഡ് സീരീസ് ഇനി ഞാൻ മൊത്തം മൂവീസൊന്നും കാണണമെന്നില്ല കേട്ടോ. കാരണം ഈ സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ പ്രീവിയസ് മൂവീസ്. അതുകൊണ്ട് ഈ സിനിമ ഞാൻ കാണുന്നു. ഞാൻ വേണമെങ്കിൽ പ്രീവിയസ് മൂവീസ് ഞാൻ കാണും. എന്തായാലും ഈ സിനിമയും പ്രീവിയസ് മൂവീസുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഓരോ സീൻസും എന്നെ പിടിച്ചിരുത്തി. അതുകൊണ്ട് തന്നെ പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ നല്ല പെർഫോമൻസാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നേ. കാരണം എല്ലാവരും അത്രയ്ക്ക് നല്ല പെർഫോമൻസ്. എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത്രേ പറയാനുള്ളൂ. പെർഫോമൻസ് വൈസൊക്കെ പെർഫെക്റ്റ് ആണ് സിനിമ.
പിന്നെ ലാസ്റ്റത്തെ സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയാണെങ്കിൽ റിലീസ് ചെയ്ത് 2018. സോ അന്നത്തെ കാലത്ത് നല്ല ഗ്രാഫിക്സ്, നല്ല VFX ഒക്കെ ആയിരിക്കും ഈ സിനിമയ്ക്ക് ഉണ്ടായത്. എന്തായാലും 2024 വെച്ച് കമ്പയർ ചെയ്യുമ്പം എനിക്ക് അത്ര വലുതായിട്ടൊന്നും തോന്നുന്നില്ല. ലൈക്ക് 2018 കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണ്. എന്തായാലും നല്ല സിനിമയാണ്. എല്ലാവർക്കും ഒരു 1 ടൈം വാച്ചബിൾ എന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഒരു മസ്റ്റ് വാച്ച് ഫിലിം, അല്ലെങ്കിൽ 2 ടൈം 3 ടൈം, എന്തായാലും 1 ടൈം വാച്ചബിൾ മൂവിയല്ല. ഒരു 3-4 പ്രാവശ്യം ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ട്രസ്റ്റ് മീ, ഗിവ് എ ഷോട്ട്. ഓക്കെ, എന്തായാലും നല്ല സിനിമയാണ്, എല്ലാവരും പോയി കാണുക. ഞാനും വലിയ പ്രതീക്ഷയില്ല ഇത് കാണണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ഞാനും പോയി കണ്ട ഫിലിമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വലിയ കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടുപോയില്ല, എനിക്കൊന്നും അറിയത്തില്ല. അതാണ്. എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ലേക്ക് പ്ലാസറ്റ് ലെഗസി എന്തായാലും മസ്റ്റ് വാച്ച് ഫിലിം എന്നേ ഞാൻ പറയൂ. നമ്മുടെ സീറ്റിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ്. എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye.